നമ്മുടെ സൈക്കിളിൻ്റെ ഡെലിവറി പോകണം. വയനാട് ബസ്സിൻ്റെ ഡെലിവറി വഴിയാണ് എൻ്റെതും. നമ്മൾ കുന്നൊഴി പോയിട്ടാണ് ഈ സൈക്കിൾ എടുക്കുന്നത്. എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. എൻ്റെ ഫൈനൽ ലുക്ക്. ഈ സ്പ്രേ നമ്മൾ നേരത്തെ അടിച്ചിരുന്നു. വീഡിയോ കട്ടായി പോകും. ஆனால் നമുക്ക് നേരെ സൈക്കിൾ കാണാം. നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ തന്നെയാണ് നമ്മുടെ പോത്തിൻ്റെ ഷെഡ്. അതാണ് കാർ സൈക്കിൾ. കണ്ടോ, റിച്ച് ലുക്ക്, റിച്ച് റിച്ച് എടോ റിച്ചല്ലേ. ഇതാണ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എൻ്റെ നോക്കണം, എൻ്റെ സൈക്കിൾ വരുന്നു. ഇനി കുറച്ച് സമയം നമുക്ക് പോത്തിനടുത്ത് പോകാം. പോതെ റെഡിയാണല്ലേ? റെഡിയാളോ? പോണ്ടേ, ഡെലിവറിക്ക് പോണ്ടേ? വയനാട്ടിലെ 2ാം പടത്തിനുണ്ടേ. വയനാട്ടിലെ 2ാം പടം. ഈ സൈക്കിളെ കണ്ടെങ്കിൽ ഒരു ബസ് വരി തന്നെയാണ്. ഇത് പോകും ബസ്. ഇത് ഈ സൈക്കിൾ അങ്ങനെയാണ്, ബസ് വരി തന്നെ കണ്ടേക്കുന്നത്. പക്ഷെ എൻ്റെ വേറൊരു സൈക്കിളുണ്ട്, അത് ചെറുതന്നെ സ്പീഡാണ്. ഞാൻ എപ്പോഴും കൊണ്ട് പുറത്തിറങ്ങണം. പക്ഷേ ഇപ്പോൾ സൈക്കിള് എനിക്ക് വേണം, ചവിട്ടണം, ഒരു കൊതി വന്നു. അപ്പോൾ ഇന്ന് വാപ്പി രാവിലെ മദ്രസയിൽ 6:50 നടന്ന് പരിപാടി. അപ്പോൾ അങ്ങനെ വാപ്പി കുറച്ച് കഴിയുമ്പോൾ മദ്രസ ഇട്ടൊന്ന് പരിപാടി കഴിഞ്ഞൊന്ന് വിളിച്ച്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് അവർ 11 മണിക്ക് അങ്ങനെ വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അതിൻ്റെ കാര്യത്തിൽ അങ്ങനെ അവിടെ പോയി. 11 മണിക്ക് പോയില്ല. അപ്പോൾ കുറേ തിരക്കുണ്ടായി, ഉമ്മീനെ സഹായിക്കാനുണ്ടായി, പിന്നെ കുറേ ജോലി ഉണ്ടായി. കാരണം പിന്നെ ഒരു വിധത്തിൽ അങ്ങോട്ട് പോയില്ല. നമ്മളിപ്പോൾ ചാനലിൽ 60 വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ വയനാട് ബസ്. അതിന് ഈ വണ്ടി ഭ്രാന്താണ്. ഇത് എല്ലാവർക്കും ഇതെന്നൊരു കാര്യം തോന്നുന്നു. അപ്പോൾ തന്നെ നമ്മുടെ കൂട്ടുകാരൻ അപ്പൂഷിയും ഒക്കെ അവൻ്റെ വീട്ടിലൊന്ന് വെറുതെ പോയിട്ടാണ്. അപ്പോൾ അവൻ വീഡിയോ ഇടുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഉണ്ടാകാൻ ചാൻസ്. ഇവിടുന്ന് അവൻ്റെ വീട് പോത്തുമലയിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന് അവിടെ കൊണ്ടേ കൊടുത്തില്ല. പ്ലെയിൻ പോകണം. നൈസ്. അവൻ്റെ വീഡിയോ കാണാൻ. അപ്പോൾ അവനെ വിളിക്കാം. അവനോടില്ല. അവൻ പിന്നെ അവിടെ തന്നെ നമ്മുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. നേരെ വീട്ടിൽ പോകാം. അതേ വീട്ടിൽ പോത്തിനെ നമ്മൾ വെള്ളിയാഴ്ച പള്ളി പോയി നമുക്ക് അവിടെ നോക്കി. അവിടെ പോയ ശേഷം നമ്മൾ കണ്ടില്ലായിരുന്നു. ആളെ ചെറുതിൽ കൂടി കയറ്റിട്ടുണ്ട്. അവിടെ അങ്ങോട്ട് ഇട്ടേക്കായിരുന്നു. പിന്നെ ഒരു ഗുഹ വഴിയാണ് സ്ഥലം. അവിടെ കിടക്കാറുന്നു. അയച്ചിട്ടേക്കായിരുന്നു. തിന്ന് അങ്ങോട്ട് ഒരു ഇത് വയറ് കുറഞ്ഞ പോത്താണ്, 100 പോത്ത്. ഇപ്പം പേര് ആദ്യം ഒരു മറ്റേ പോത്തിനവിടെ വളർത്താനുള്ള ബലിപ്പെരുന്നുള്ള വേണ്ട കഴിച്ചു. അപ്പോൾ അതിനടുത്ത് ഒരു സ്വപ്നം കണ്ട് ഞാനും പോത്തും ഒരുമിച്ച് പോകണം. അന്നേ വേഗം എണീറ്റ് മേലെ പോകണം. കണ്ണാണ് ഫ്രണ്ടപ്പണി അവിടുത്തെ ഇട്ട് കാണാൻ പോയി. അപ്പോൾ എൻ്റെ അമ്മയുടെ ഉള്ളതുകൊണ്ട് പോയി അതിനാണ് നമ്മുടെ വാവ അവിടെ മലയൊക്കെ എന്തെങ്കിലും നീ പരിശീലനം കട നടന്നിട്ടില്ല. അല്ല എവിടെയോ പോയി. നമ്മളവിടുന്ന് കുറേ വെള്ളം ഓടിക്കാറുള്ള നമ്മുടെ പോത്തൂടാൻ അവിടെ നിന്ന് തിന്നാണ് കേസം കണ്ടാ. നമ്മൾ പോത്തിനാണ്ട് നമ്മൾ 2 രൂപ ഇനി അങ്ങനെ പറഞ്ഞു. ആണെങ്കിൽ കാക്കാനെ നമ്മൾ കുറേ വീടിയിലുണ്ടായിരുന്നു. പുള്ളിക്കാരന് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ ഒരു ആഗ്രഹമുണ്ട്, റാണി ടൂറിസ്റ്റ് ബസ്. എനിക്ക് ഇപ്പോൾ ഏതൊരു വണ്ടിപ്രാന്തൻ്റെ ആഗ്രഹമായിരിക്കും ടൂറിസ്റ്റ് ബസ് ഇറക്കണം എന്നുള്ളത്. ഏതൊരാഗ്രഹമായിരിക്കും ടൂറിസ്റ്റ് ബസ് ഇറക്കണം എന്നുള്ളതായിരിക്കും അല്ലേ? ജീവിതത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വലുതാവാൻ നമ്മൾ യൂട്യൂബിൽ തന്നെ ബ്ലോഗ് നോക്കും. പ്രകാശിൽ പോയി ഒരു ടൂറിസ്റ്റ് ബസ് ഇറക്കും. എത്രയായാലും നമ്മൾ കൂടുതൽ വണ്ടി ഇറക്ക്. നമ്മുടെ വണ്ടിയുടെ പേരൊക്കെ പറയും. നമ്മൾ കുറേ വണ്ടി ഇറക്കും, പല പേരായിരിക്കും. അവനാ ഉദ്ദേശിക്കണേൽ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതിൽ റാണി, വയനാടൻ, ലെജൻഡ്, പാരീസ് ഇതൊക്കെ ആവറേജുള്ള വണ്ടികൾ തന്നെയാണ്. പക്ഷെ റാണി ബസ് ഇതുവരെയായിട്ടും ഇറക്കിയിട്ടില്ല. ആ ബസ്സിൻ്റെ പേര് ആ ബസ് ഇതുവരെയായിട്ടും ഒരു ജനങ്ങൾ പോലും ഇതിൽ ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ബസ് ഇറക്കും. എല്ലാവരും കാണുന്നത്. അപ്പോൾ അതിൻ്റെ അഡീഷണൽ ഉപ്പും മുളകുന്നാണ്. ഉപ്പും മുളകും താരങ്ങളിലൂടെയാണ് ഞാൻ റാണി എന്ന ബസ് മേടിക്കും. ഉപ്പുമുളകിൽ ബാലുചനും ശിവാനി തകർത്ത് അഭിനയിച്ച റാണി എന്ന സിനിമയാണ് എനിക്ക്
ടൂറിസ്റ്റ് ബസ്സിൻ്റെ പേരായിട്ട് പുള്ളിക്കാരനാണെന്ന് തോന്നിയത്. ഇപ്പോൾ എനിക്ക് വയനാടൻ ബസ് ഇഷ്ടമായി. അപ്പോൾ പുതിയ ബസ്സാണ്. അതിൻ്റെ വീഡിയോ പിന്നെ പ്ലാൻ അതിൻ്റെ ചളി കയറി നോക്കും. വയനാടൻ ബ്ലോഗർ അപ്പോൾ അതിൽ ചെങ്ങൂൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടും അപ്പോൾ അതിൽ കയറിയുമ്പോൾ നോക്കും. അപ്പോൾ വീഡിയോ കണ്ടില്ല. പിന്നെ അതിൻ്റെ ഉള്ള വീഡിയോ നമ്മൾ കാണും ബസ്സിൻ്റെ. എനിക്ക് അതുപോലെ നമ്മൾ നമ്മുടെ റാണി എന്ന ബസ് പ്രകാശിൽ പോയി തന്നെ സെറ്റാക്കും. പക്ഷേ അതിൻ്റെ ചേസ് അവിടെ കൊടുക്കും നമുക്ക് അറിയില്ല. പ്രകാശ് അപ്പോൾ നമ്മൾ കണ്ടേക്കണ വീഡിയോയിൽ പ്രകാശിൽ നിന്ന് ബോഡി ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ കടത്ത് പറഞ്ഞിട്ട് ആ ചേസ് നമുക്ക് വലുതാകുമ്പോൾ ഒരു തീരുമാനം നമ്മൾ ഉറപ്പാണ് എടുക്കും. ആദ്യം ഒരു ടൂറിസ്റ്റ് ബസ്, പിന്നെ കാശ് കിട്ടിയിട്ട് രണ്ടാമത്തെ ടൂറിസ്റ്റ് ബസ്, പിന്നെ കാശ് കിട്ടിയിട്ടൊരു സ്ലീപ്പർ ബസ് പിടിക്കും. നമ്മൾ 3 വണ്ടി അങ്ങനെ ഇറക്കും. പൊളിക്കും. 3 വണ്ടിയിൽ ഫുൾ AC ആയിരിക്കും. 3 വണ്ടിയിൽ ഫുൾ AC അടിച്ച് തകർക്കും. മുളകിലെ ശിവാനി ചേച്ചിനെ കാണണം. അത് നമ്മൾ 22-ാം വയസ്സിൽ തന്നെ സാധിക്കും. ഞാനും ബസ്സിന് പോയിരിക്കും ഈ ആഗ്രഹം സാധിക്കുന്നത്. നമ്മൾ കാക്കനാട് പോയിട്ടാണ് അത് സാധിക്കുക. ഫ്ലാറ്റിൻ്റെ നമ്പറൊക്കെ അറിയാം, പക്ഷെ ഫ്ലാറ്റ് ഏതാണെന്ന് നമുക്കറിയില്ല. പിന്നെ പത്തനംതിട്ട അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി ഇവരൊക്കെ കാണണം. അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്കൊരാളെ മിസ് ചെയ്തു. പടവലം വീട്ടിൽ അപ്പൂപ്പൻ എന്ന് പറയുന്ന KPC രാജേന്ദ്ര സാർ മരിച്ചുപോയി. എന്നാലും എൻ്റെ മനസ്സിൽ ആ മനുഷ്യർ എപ്പോഴും ഉണ്ട്. ഞാൻ ഫാമിലിയെ പോലെ അച്ഛൻ അമ്മ എല്ലാവരും പോലെയാണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം. ബൈ. നമ്മളിനി യാത്ര സ്റ്റാർട്ട് ചെയ്യണം. ഉമ്മച്ചി വേണ്ടുന്നുണ്ട്. ഉമ്മച്ചി അവിടെ നിന്നാണ് വന്നത്. ഫോണൊക്കെ അടിച്ചാണ് വന്നത്. അപ്പോൾ നമ്മൾ പോകണം. സെറ്റ് ഉമ്മച്ചി പോലെ പോത്തൂട്ടനെ കണ്ടു. നമ്മുടെ പോത്തിനെ കണ്ടു. സുഖമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ മിക്ക കാര്യങ്ങളും നമ്മൾ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോയി. പിന്നെ കുറച്ച് കാശ് പള്ളിയിലിട്ടു. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞു അത് സാധിക്കും എന്ന്